വർഷങ്ങൾക്കു ശേഷം കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഈ വിദ്യാർത്ഥികളും അധ്യാപകരും. കളമശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിലെ 1984-85 കാലഘട്ടത്തിലെ SSLC ബാച്ചിലെ ആ പഴയകാല വിദ്യാർത്ഥികളാണ് ഇന്ന് ഒത്തുചേർന്നത്. പഴയകാല വിദ്യാർത്ഥികൾ എല്ലാവരും ഉണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാവരും കൂടി ഒത്തുചേരുന്നതിന് മുൻപുള്ള ഒരു ലോഗോ പ്രകാശനവേളയിലായിരുന്നു കുറച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും ഇന്ന് ഒത്തുചേർന്നത്. കളമശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിലെ 1984-85 SSLC ബാച്ച് 40 വർഷം തികയുന്ന 2025 ഫെബ്രുവരി 2-ാം തീയതി ഏകദേശം 325ഓളം വിദ്യാർത്ഥികളും അധ്യാപകരെയുമൊക്കെ ഉൾപ്പെടുത്തി വിപുലമായ രീതിയിൽ സുഹൃതം അറ്റ് 40 എന്ന പേരിൽ സൗത്ത് കളമശ്ശേരി ബെയ്ത്ത് കൺവെൻഷൻ സെൻറ്ററിൽ ഒത്തുചേരുകയാണ്. ഇതിന് മുന്നോടിയായുള്ള ലോഗോ പ്രകാശനമാണ് കളമശ്ശേരി ചങ്ങമ്പുഴ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഹാളിൽ വെച്ച് നടന്നത്. വർഷങ്ങൾക്കു ശേഷം കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു പലരും. പഴയകാല കഥകൾ പറഞ്ഞും പുതിയ അനുഭവങ്ങൾ പങ്കുവച്ചും അധ്യാപകരോട് സംസാരിച്ചും പുതിയ കാലത്തിൻ്റെ സെൽഫി എടുത്തും പരസ്പരം വിശേഷങ്ങൾ പറഞ്ഞുമൊക്കെ സന്തോഷം പങ്കിട്ടു. ആയിരത്തി 1984-85 വർഷം SSLC പരീക്ഷ എഴുതിയ കളമശ്ശേരി ഗവൺമെൻറ് സ്കൂളിലെ ഏകദേശം 325ഓളം വരുന്ന വിദ്യാർത്ഥികളെ ഒരുമിച്ച് ഓർക്കുന്ന ഒരു വിപുലമായ പരിപാടിക്ക് നമ്മൾ രൂപം നൽകിയിരിക്കുകയാണ്. 2025 നമ്മളെല്ലാവരും SSLC പരീക്ഷ എഴുതിയിട്ട് 40 വർഷം തികയുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും 55 വയസ്സ് കിടക്കുകയാണ്. വയസ്സ് ഓർമ്മിപ്പിക്കരുത് എന്നാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ പ്രായത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ ഒരു സന്ദർഭമായി നമുക്ക് കണക്കാക്കുക. നമ്മുടെ ഈ ആഘോഷ പദ്ധതി ആലോചിക്കുന്നതിന്, ഈ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. 25 ഫെബ്രുവരി 2-ാം തീയതി സൗത്ത് കളമശ്ശേരി ബെയ്ത്ത് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നമ്മൾ ഈ വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിന് ഞങ്ങൾ ഇട്ടിട്ടുള്ള പേര് സുഹൃതം അറ്റ് 40 എന്നാണ്. സുഹൃതം എന്ന് പേരിടാൻ കാര്യം നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർമാർ ഞങ്ങളെ പഠിപ്പിച്ചതിനുള്ള സുഹൃതം, കളമശ്ശേരി സ്കൂളിൽ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞതിൻ്റെ സുഹൃതം, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയതിൻ്റെ സുഹൃതം, അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു സുഹൃതമായിട്ടാണ് ഞങ്ങൾ ഈ സുഹൃതം അറ്റ് 40 എന്ന പേര് കൊടുത്തത്. ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഞങ്ങൾക്ക് അന്നും ഇപ്പൊ ടീച്ചർ മാത്സ് പഠിപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ അന്നാലേ നമ്മൾ എണീറ്റ് ഓടുമല്ലോ. അപ്പൊ ഇന്ന് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒന്നാണ് എന്ന് ടീച്ചർമാരുടെ ഈ വാക്കുകളിലാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അധ്യാപകർ ഓരോരുത്തരും വളരെ സന്തോഷത്തോടെയാണ് തങ്ങളുടെ വിദ്യാർത്ഥികളോട് സംസാരിച്ചത്. ചോക്കും ഒരു ബോർഡും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് കണക്ക് പഠിപ്പിക്കാൻ തോന്നുന്നുവെന്ന് അധ്യാപിക പറഞ്ഞതോടെ എല്ലാവരും കയ്യടിയോടെ ഇതിന് തയ്യാറാണെന്നും പറഞ്ഞു. അതേപോലെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്തു. സുഹൃതം അറ്റ് 40 എന്ന പേര് പോലെ നിങ്ങളെ പഠിപ്പിക്കാൻ കഴിഞ്ഞു തന്നെ ഒരു സുഹൃതമായിരുന്നുവെന്നും പഴയകാല ഓർമ്മകളിലൂടെ അധ്യാപകന്മാർ ഓർത്തെടുത്തു. വിദ്യാർത്ഥികളെ എന്ന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. അമ്മമാരും അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ ഞങ്ങൾക്ക് എന്നും വിദ്യാർത്ഥികളാണ്. ഇത്രയും വർഷത്തിന് ശേഷം ഞങ്ങളെല്ലാം ഓർത്ത് വിളിച്ച് ഇങ്ങനെ ഒരു ഗംഭീരമായൊരു ചടങ്ങ് നടത്താൻ സന്മനസ്സും താല്പര്യവും കാണിച്ച നിങ്ങളോട് ആദ്യം തന്നെ ഞങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തണം. പക്ഷേ ഈ മുഹൂർത്തത്തിൽ നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ
ഇത്രയധികം സ്നേഹത്തോടു കൂടിയാണോ നിങ്ങൾ കാത്തിരുന്നത് ഞങ്ങളെ കാണാൻ എന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതുവരെ എന്തുമില്ലാത്തൊരു സന്തോഷം. 30 കൊല്ലം പുറകോട്ട് പോയതുപോലെ ഒരു അനുഭവം. എന്താ നിങ്ങളുടെ മുഖത്തെ ഒരു ചിരിയും സന്തോഷം. ഇത്രയും സ്നേഹം ഞങ്ങളോട് നിങ്ങൾക്കുണ്ടായിരുന്നോ? ഞങ്ങളൊക്കെ നല്ല അടിയും പിച്ചും ഒക്കെ തന്നെയല്ലേ നിങ്ങളെ പഠിപ്പിച്ചത്. എന്നിട്ടും നിങ്ങൾക്ക് അത്രയും പഴമൊക്കെ പറഞ്ഞിട്ടും ഇത്രയും സന്തോഷം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു കാണുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷം. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ചോക്കും ഒരു ബോർഡും അതല്ലേ നമ്മുടെ ജോലി. കാശ് പഠിപ്പിക്കാനാണ് എനിക്ക് തോന്നാറ്. നിങ്ങളെ കാണുമ്പോൾ എന്താ പറയാന്ന് അറിയില്ല, വാക്കുകളില്ല. അത്രയും സന്തോഷം കാണാൻ പറ്റില്ല. അധ്യാപികമാരായ സൂസൻ, ലീല, അജിത, ശാന്ത, സംഘാടക സമിതി കൺവീനർമാരായ സക്കീർ ഹുസൈൻ, ഗഫൂർ, കലാം എന്നിവർ സംസാരിച്ചു. പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ ബാക്കിയാക്കി ലഘുഭക്ഷണവും കഴിച്ചാണ് ഓരോരുത്തരും പിരിഞ്ഞത്. സമൂഹ മാധ്യമ കൂട്ടായ്മകളിലൂടെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്ന പലരും നേരിൽ കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഇനി 2025 ഫെബ്രുവരി 2-ാം തീയതിയിലേക്ക് കാത്തു നിൽക്കാതെ അതിനു മുൻപ് കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒത്തുചേരലിൻ്റെ സന്തോഷത്തിൽ നിന്നും ഒരൽപ്പം വേദനയോടെ വിട പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.